മുഖ്യമന്ത്രി പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. അതിന്റെ തത്സമയ ദൃശ്യത്തിൽ അജിത് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. അജിത്, എന്തായാലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഇപ്പോൾ വി.ഡി. സതീശൻ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗം സംഭവിച്ചിട്ട് 3 വർഷം ആയി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വരവൊക്കെ ഏതു രീതിയിലായിരുന്നു അവിടെ? അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇത്തരത്തിൽ കല്ലറയിലേക്ക് എത്തിയത്. പിന്നീട് ഔദ്യോഗികമായി ഇത്തരത്തിൽ മുഖ്യമന്ത്രി റീത്ത് സമർപ്പിച്ചു. അതിന് ഈ ആദരമർപ്പിക്കുന്ന അർപ്പിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ പൂക്കൾ നൽകിയത്. ആ പൂക്കൾ കല്ലറയിലേക്ക് വിതറുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സാഹചര്യമുണ്ടായി. ഏതാണെങ്കിലും വി.ഡി. സതീശൻ ഇവിടെ എത്തുമ്പോൾ ചാണ്ടി അമ്മൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉടലെടുത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് ക്ഷണമില്ല എന്നുൾപ്പെടെയുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ ഈ പരിപാടിയിൽ തന്നെ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ പറഞ്ഞ പശ്ചാത്തലം അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നുൾപ്പെടെയുള്ളതാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ ചാണ്ടി ഉമ്മൻ തന്നെ പൂക്കൾ എടുത്ത് നൽകുകയും മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ അത് പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി. ഏതാണെങ്കിലും മുഖ്യമന്ത്രി അതിനുശേഷം ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ഈ അകത്തേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് വരും. ഈ രാവിലെ മുതൽ തന്നെ പള്ളിയങ്കണത്തിൽ വിവിധങ്ങളായ പരിപാടികൾ ഉൾപ്പെടെ നടക്കുകയാണ്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ ഇത്തരത്തിൽ അനുസ്മരണ സമ്മേളനത്തിലെത്തി പങ്കെടുത്തിരുന്നു. ഏതാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുഷ്പാർച്ചന നടത്തി.